ഹായ് ശ്രീസ്വലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ലിക്വിഡ് ആർട്ട് വൈനറി എന്ന് പറഞ്ഞൊരു വൈനറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ വൈനറി ഒന്ന് പോകാനോ അവിടെയുള്ള വൈൻ ടേസ്റ്റിങ്ങിനായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ വെച്ച് കാണാം. ആമിക്കുട്ടി വരുന്നില്ലേ? ഓ സൈക്കിൾ ഓടിച്ച് വെക്കോ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇതേ വൈനറിയിലേക്ക് വൈൻ ടേസ്റ്റ് രണ്ടുപേർ റെഡി ആയി. ഓക്കെ, അതെ നമ്മുടെ വണ്ടി റെഡി ആയിക്കണോ. ഇവിടുന്ന് ജസ്റ്റ് 13 മിനിറ്റ് ആണ് സ്ഥലത്തേക്കുള്ള ദൂരമുള്ള. അങ്ങനെ കുറച്ച് കാടിഞ്ഞ് കയറിയ വഴിയിലൂടെയാണ് പോണേ. ഇവിടെ 30 സ്പീഡിൽ കിട്ടും. റൂസ് കണ്ടാലോ എത്തിയിരിക്കുകയാണ് വൈനറി ആൻഡ് എസ്റ്റേറ്റ്. ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റം ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഫോക്സ് വാഗൺ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഓഫ് റോഡ് വഴിക്ക് വരുന്നത്. ഫുയർ ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, റോഡല്ല, അത്രേ ഉള്ളൂ. വൈനറി അല്ലേ? ഞങ്ങൾ വൈനറിലെത്തി. വണ്ടി ഞങ്ങൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് പാർക്ക് ചെയ്തു. പാർക്കിങ്ങിന് കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ ഒരു സെക്ഷൻ ഉണ്ട്, 2 സെക്ഷൻ ആയിട്ടുണ്ട്. പാർക്കിന് ഇഷ്ടംപോലെ സ്ഥലമാണ്. അപ്പം ഇങ്ങനെയാണ് വന്നത്. ആ വഴി ഇങ്ങനെ മതിയായിട്ട് കാണാനല്ലോ. ഇവിടെയൊക്കെ മുന്തിരികളാണ്, മുന്തിരിത്തോട്ടങ്ങളാണ് കാണുന്നത്. ആമിക്കുട്ടി റെഡി ആയിരിക്കണേ. വാ പോലെ വണ്ടികളിങ്ങനെ ഓരോന്ന് വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതിനിടയിൽ കൂടെ ഒക്കെ പോകാൻ പറ്റുന്നുണ്ടാവില്ലേ? ഇവിടെ ഒരു ബാരൽ എഴുതിയിട്ട് ടേസ്റ്റിംഗ് റൂം, ഇവൻറ്റ്സ് ആൻഡ് ഓഫീസ്, ഇവിടെയൊക്കെ ഇങ്ങനെ പുറത്തിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് കേട്ടോ. ടേസ്റ്റ് നമ്മൾ നമ്മളുടെ ടേസ്റ്റിംഗ് റൂം, ലിക്വിഡ് ആർട്ട് വൈനറി എസ്റ്റേറ്റ്, ടേസ്റ്റിംഗ് എൻട്രൻസ് ഇതൊക്കെ ആയിരുന്നു. ഇത് ഇത്രയും വൈറ്റ് ആണ്, ഇത് റെഡ് വൈൻ, ആൻഡ് ദീസ് ആർ ദി റോസേ. You're going to start in the top left corner and you're going to work your way clockwise down the list. So this will be your chill, winemaker's red, rosé, and watermelon. Thank you. And then same with this one. നമ്മുടെ 2 സെറ്റ് ഉണ്ട്. ഒന്ന് ഇതിന്ന് നമുക്ക് 4 എണ്ണം ചൂസ് ചെയ്യാം. അതുപോലെ ഇത് വേറെ സെറ്റാണ്, ഇതിന്ന് 4 എണ്ണം ചൂസ് ചെയ്യാം. ഇതാണ് കുറച്ചും കൂടിയും ഇവിടുത്തെ പ്രീമിയം പോലത്തെ, കുറച്ചും കൂടിയും ഡ്രൈയും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള, ഇവിടെ സ്പെഷ്യലായിട്ട് കിട്ടേണ്ടതാണ് ഇത് 4 എണ്ണം. ഇതും ഇവിടെ ഉണ്ടാക്കണത് തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചും കൂടിയും അത്ര ഡ്രൈ ആയിരിക്കില്ല, കുറച്ചും കൂടിയും സ്വീറ്റ്. അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ഇതിൽ എങ്ങനെയാ വെച്ചാൽ വൈറ്റ് ഉണ്ട്, റെഡ് വൈൻ ഉണ്ട്, റോസേ ഉണ്ട്. ഇത് എല്ലാം റെഡ് ആണ് ആൻഡ് ഇതെല്ലാം സ്ട്രോങ് ആയിട്ടുള്ളതാണ്. കുറച്ചും കൂടിയും ഡ്രൈ ആൻഡ് കുറച്ചും കൂടിയും പീച്ചി ആയിട്ടുള്ളതായിരിക്കും. എന്നിട്ട് ഇവിടെ ഇതിൽ നമ്മൾ ടിക്ക് ചെയ്തിരിക്കുന്ന 4 എണ്ണമാണിത്. ഇതിൽ ആദ്യത്തേന്ന് പറയുന്നത് ഇതൊരു വൈറ്റ് വൈനാണ്, ചിൽ എന്നാണ് പേര്. ഇത് കുറച്ച് ഒരു സ്വീറ്റ് ടേസ്റ്റ് ആണ്. ഇതിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. റീസ്ലിംഗ് എന്ന് പറഞ്ഞൊരു വൈൻ വെറൈറ്റി ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് വൈൻസ് ഉണ്ട്. ആ റീസ്ലിംഗ് ടൈപ്പ് ഓഫ് വൈനാണിത്. നെക്സ്റ്റ് വൺ, ഇത് വൈൻ മേക്കേഴ്സ് റെഡ് എന്ന് വിളിക്കും. റെഡ് ഈ സെറ്റിൽ നിന്ന് ഒരു റെഡ് വൈനേ ഞാൻ എടുത്തുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി ഇത് എല്ലാം റെഡ് വൈൻ ആയതുകൊണ്ട് ഇതിന്ന് ഒരു റെഡ് വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു. ഇത് കുറച്ച് സ്വീറ്റ് അല്ല, കുറച്ച് ഡാർക്കാണ്. ബ്ലാക്ക്ബെറി ആൻഡ് വനില ഫ്ലേവേഴ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ ഉള്ളത് ഈ 2 എണ്ണം. ഇത് റോസേ വൈൻസ് ആണ്. ഇത് രണ്ടും റോസേ വൈൻസ് ആണ്. ഇത് വൈൻ മേക്കേഴ്സ് റോസേ. ഇതിൽ പീച്ച് ആൻഡ് മാംഗോ ഫ്ലേവേഴ്സ് ആണ് ഇതിലുള്ളത്. ആൻഡ് ഫൈനലി ഇത് ഈജിപ്ഷ്യൻ വാട്ടർമെലൺ എന്ന് വിളിക്കും. ഇതിൽ സ്വീറ്റ് ആണിത്, സ്വീറ്റ് വൈൻ ആണ്, വാട്ടർമെലൺ ഫ്ലേവർ ആണ് ഇതിനുള്ള. ഇതാണ് ഫസ്റ്റ് 4 എണ്ണം. ഇത് റെഡ് വൈൻസ് ആണ്. ഇത്
ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ബ്ലാക്ക്ബെറി ആൻഡ് റെഡ് കറന്റ് ഫ്ലേവർ ഉള്ളതാണ്. സെക്കൻഡ് വൺ ഫ്രൂട്ട് ഫ്ലേവേർഡ് ആണ്. തേർഡ് വൺ ഇത് ചെറി ഫ്ലേവേർഡ് ആണിത്. ലാസ്റ്റ് വൺ ബ്ലാക്ക്ബെറി ആൻഡ് ബ്ലാക്ക് കറന്റ് ഫ്ലേവർ. ഈ 4 ഇതിൽ ആദ്യത്തെ അവസാനത്തെയും കുറച്ചും കൂടി ഡ്രൈ ആണ്. കാണുമ്പോൾ എല്ലാം ഒരേപോലെ. ഈ 2 കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവ് ഡ്രൈ ആയിട്ടുള്ളത്. ഇതെല്ലാം സിംഗിൾ ബാരൽ റെഡ് വൈൻസ് ആണ്. ഏകദേശം നമുക്കിവിടെ ടൈം 5 മണിയുണ്ട് ഈവനിങ്. അവിടെയൊക്കെ കുറെ കസേരകളുണ്ട്, പക്ഷെ ആരും വന്നിട്ടില്ല. എല്ലാവരും ആ സൈഡിലാണ്, അങ്ങോട്ടാണ് പോയിരിക്കണേ. കാരണം ഏതാ ഫസ്റ്റ് ട്രൈ ചെയ്യണേ? റീസ്ലിംഗ് വൈൻ. ഓക്കെ, എന്താ ടേസ്റ്റ്? മധുരാണ്, സ്വീറ്റ് ആണ്. ഒരു അവസാനം ചെറിയൊരു മധുരം. നെല്ലിക്കൊക്കെ കഴിക്കണ പോലെ. നാട്ടിലാരും ഇഷ്ടല്ല ഈ വൈറ്റ് വൈൻ ട്രൈ ചെയ്തോട്ടെ. ഇത് ഏതായിരുന്നു? റോസേ. മധുരാണ്. മധുരയ്ക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നി. എനിക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത് റെഡ് വൈൻസ് ആണ്. ഇതൊക്കെ അങ്ങനെയാവൂല്ലേ? നോക്കിയോട്ടെ. ടേസ്റ്റ് വ്യത്യാസമായി ഫീൽ ചെയ്യണ്ട രണ്ട് തമ്മിൽ വെച്ചിട്ട്. രണ്ടും മധുരം ഉണ്ടാകുന്നതായിട്ട്. റെഡ് വൈൻ മേക്കേഴ്സ് റെഡ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ വ്യത്യാസം ഇതിലും? അതെന്താ ആ സെക്ഷനിൽ പോയി? ഇത് സിംഗിൾ ബാരൽ റെഡ് വൈൻ എന്നാ പറഞ്ഞത്. ഓ ശരി ശരി, അതാണല്ലോ വ്യത്യാസം. ഇനി അത് ഞാൻ ട്രൈ ചെയ്യാത്ത ഇത് ട്രൈ ചെയ്യാത്ത അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഏട്ടന് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. നല്ല മണമുണ്ടല്ലോ. മാംഗോ ഫ്ലേവേർഡ് ആണ്. പീച്ച് ആൻഡ് മാംഗോ. നന്നായിട്ട് കേട്ടാ, എനിക്ക് ഇഷ്ടമായി. ഇതിൽ നിന്ന് ചെയ്യാൻ ഇത് നോക്കട്ടെ. ഓക്കെ. മാങ്ങയുടെ ഒക്കെ അല്ലേ? ഇട്ട മാങ്ങയില്ലേ? എനിക്ക് ടേസ്റ്റ് ഉണ്ട്. ഇത് നോക്കട്ടെ. ഓ അടിപൊളി. എനിക്കങ്ങനെ ഇപ്പം എല്ലാം കഴിച്ചു നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ഈ റെഡ് സെക്ഷനാണ്. ഒട്ടും മധുരം വളരെ കുറവാണ്, എല്ലാം മധുരമാണ്. എല്ലാവരും ഇഷ്ടമായി. എനിക്ക് ഈ മാംഗോൻ്റെ ഒരു ഇതൊക്കെ ഇഷ്ടമായി. ഞങ്ങൾ സ്ഥലം മാറി വേറെ സ്ഥലത്തേക്ക് വന്നു. ഇതിങ്ങനെ ചുറ്റും ഉണ്ട് കേട്ടോ കുറേ സ്ഥലങ്ങൾ. ലെമണേഡ് വാങ്ങിയാൽ കുട്ടിക്ക് നടന്നു പോണ വീഡിയോ എടുക്കണം. ശരി കേട്ടോ. ഓക്കെ, നമ്മുടെ ചിപ്സ് ആൻഡ് ഡിപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് കഴിക്കാൻ നല്ല സ്ഥലമല്ലേ? എല്ലാവർക്കും കൂടി വന്നിട്ട് അടിപൊളി. അതെ, ഞങ്ങളിഞ്ഞ് അവിടെ നടക്കാൻ പോകാൻ പറ്റുന്നു പറഞ്ഞു. അപ്പം ഞങ്ങളിഞ്ഞ് നടക്കാൻ പോവാണ് അല്ലേ? നടക്കാൻ പോവല്ലേ? നമ്മുടെ അടുത്ത് 2-3 കിളികൾ വന്ന് കിടക്കുന്നുണ്ട്. ഒരു സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. പറഞ്ഞു എല്ലാം പറഞ്ഞു. ഇതേ കയ്യിലൊരു വൈനുമായി അമൂല്യ നമ്മൾ പാഴ്സൽ ഒരെണ്ണം വാങ്ങിയിരിക്കുന്നു. അതേ ഏതടി പാഴ്സൽ വാങ്ങി? ഇത് മറ്റേ മാംഗോ ഫ്ലേവർ ഉള്ളത്. ഓ ഇഷ്ടായോ പട്ടികളെ? അതിന് മതി. പട്ടികളെ കുറേ പേര് കൊണ്ടിട്ടില്ലേ? എന്താ കാരണം വെച്ചാൽ ഇവിടെ അതിൻ്റെ ഫുഡും അവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫുഡ് ഇവിടെ അവൈലബിളാണ്. അപ്പം അതുകൊണ്ട് തോന്നുന്നു. ഇപ്പോൾ ടൈം ഏകദേശം 6 ആവറായിട്ടാണ്. 6 നല്ല ചൂടുണ്ട് ഈവനിങ്. ഇത് ഞങ്ങൾ വെറുതെ നടക്കാറിങ്ങിയതാണ് അതിൻ്റെ ഉള്ളിലേക്ക്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പോണേ. അമ്മേ നിക്കടി. ആഹാ നടന്നു നോക്കാം. അമ്മേ നമ്മൾ ഇതിൻ്റെ അവിടെ എത്തി. അവിടെയാണ് നമ്മുടെ സ്ഥലം. ഇവിടെയൊക്കെ മുന്തിരികളാണ് കേട്ടോ. സീസൺ അല്ലാത്തതുകൊണ്ട് ഇതിൽ മുന്തിരികളൊന്നുമില്ല. അങ്ങനെ നമ്മൾ കയറി തിരിച്ച് നമ്മളാ മുമ്പ് ഇരുന്നത് ആ ഭാഗത്താട്ടാ. ആ സൈഡിൽ ഇരുന്നിരുന്നത് നമ്മൾ. അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ട് അവിടെ. ഈ വഴിയല്ലേ? നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം. നോ വെഹിക്കിൾസ് ബിയോണ്ട് ദിസ് പോയിന്റ്. ഓക്കെ, ഇതൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ. ഇനി മൊത്തം പച്ചപ്പാട്ടാ.
കുട്ടി എന്താ കളിക്കണ്ടേ അവിടെ? ആ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇപ്പൊ സമയം 7:30 ആയിരിക്കണം. കണ്ടാൽ 3:30 പോലെ ഉണ്ട് ഉച്ചത്തെ. നമ്മൾ എക്സിറ്റ് ചെയ്യാണ്, തിരിക്കുകയാണ്. റൈറ്റ് സൈഡ് നല്ല ഭംഗിയുണ്ട് അല്ലേ? കാടും അടിപൊളി സ്ഥലം. ലെഫ്റ്റാ പോണ്ട. നമ്മൾ ഇറങ്ങി.